അസ്സലാമു എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്നലെ ഉച്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കയ്യിൽ മരുന്നൊക്കെ വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഉമ്മയുടെ അനിയത്തിയുടെ മോടെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് കണ്ടില്ലേ, അവിടെ ഒരു 2 മക്കളാണ്. മൂത്ത മോന് കല്യാണമൊക്കെ കഴിച്ചത്, ഇളയ മോന് 10-21 വയസ്സുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഹരമാണ്. ഈ ടോയ്സുകളെല്ലാം ഇങ്ങനെ ഓരോ മോഡലുകളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്ന് വരുത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ വെറുതെ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്ത്, പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് മാങ്ങായും മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു തണുത്ത. എൻ്റെ കൂടെ എൻ്റെ ഇളയ മോനും വൈഫും കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പം മില്ലാണ് ആ സൈഡിൽ കാണുന്നത്. അപ്പോൾ അവിടെ മുളക് പൊടിയും മല്ലിപ്പൊടി വെളിച്ചെണ്ണ എല്ലാം ആട്ടുന്ന മില്ല്. ഞായറാഴ്ച ആയതുകൊണ്ട് അത് അടച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ തുറന്ന് എല്ലാം കാണിക്കാമായിരുന്നു. പക്ഷേങ്കിൽ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഒരു ദിവസം പോകുമ്പോൾ ഞാനെല്ലാം തുറന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഇപ്പോൾ എല്ലാ സൈസ് പൊടിയുണ്ട്, നല്ല ഫ്രഷ് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഫ്രഷ് വെളിച്ചെണ്ണ ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോയി ഇവിടുന്ന് കുറച്ച് വാങ്ങിക്കൊണ്ട് വരും. പിന്നെ അവർ റൂട്ടിലൊക്കെ പോകുന്ന വണ്ടികളൊക്കെയാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു നാടൻ കോഴി വാങ്ങിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഞാൻ കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം അവിടുത്തെ അനിയത്തിയുടെ ഹസ്ബൻഡ് പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകാൻ പറ്റും. അപ്പോൾ എപ്പോൾ ചെന്നാലും നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാതൊന്നും പോകാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ ചിക്കനങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മഞ്ഞൾപ്പൊടി കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചിക്കൻ വെച്ചിട്ട് ഒരു മസാല എല്ലാം അരിഞ്ഞ് വെച്ച് അതിന് വേണ്ടുന്ന ഉള്ളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എണ്ണ ഒഴിച്ചിട്ട് കുക്കറിനകത്താണ് ഞാൻ വെക്കുന്നത്. ഞാൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനാണ് വെളിച്ചെണ്ണയുടെ ഫ്രഷ് വെളിച്ചെണ്ണയാണ് ആട്ടിയത്. അത് ഇവിടുന്ന് മില്ലിൽ നിന്ന് എടുത്തതാണ്. കറിവേപ്പില ഉലുവായും കടുകും ഇട്ട് കുറച്ച് പെരുംജീരകവും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സവാള പച്ചമുളക് തക്കാളി ഇതെല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ചിക്കനും കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെയൊക്കെ? അപ്പോൾ ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ടല്ലേ, ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ്. പക്ഷെ ഞാനിപ്പോൾ ഇന്നാണ് അത് അപ്ലോഡ് ചെയ്ത് ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടുന്ന മസാല ഐറ്റങ്ങൾ, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പെരിഞ്ചീരകം എല്ലാം കൂടെ കൂട്ടി പൊടിച്ചത്, കറുകപ്പട്ട, ഗ്രാമ്പു അതെല്ലാം കൂടെ പൊടിച്ച് വെച്ച പൊടി ഐറ്റങ്ങൾ, അത് രണ്ടും ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്, കുരുമുളക് പൊടിയും. അപ്പോൾ ഇതെല്ലാം മില്ലിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഷായിട്ട് മില്ലിലെല്ലാം പൊടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓർഡർ അനുസരിച്ചൊക്കെ എല്ലായിടത്തും അയച്ചു കൊടുക്കും. നല്ല മുളക് പൊടി, നല്ല എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. വീട്ടിലൊക്കെ ഇടയ്ക്കും അതാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഞാൻ മുറ്റത്തെല്ലാം ഇറങ്ങി നടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടുത്തെ ഇളയ മോനെ പക്രു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവൻ പോയിട്ട് കുറച്ച് ദോശയും കുറച്ച് പൊറോട്ട വാങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞ് ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. പിന്നെ ചിക്കൻ കറിയും, അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന സാമ്പാറുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചു. അതെല്ലാം കൂടെ ഞങ്ങൾ എടുത്ത് വെച്ച് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 7 മണിയായപ്പോഴത്തേക്കിന് ഞങ്ങൾ തിരിച്ച് വീട്ടിലിഞ്ഞ് വന്നു. പിന്നെ കുഞ്ഞിന് പിന്നെ വീണ്ടും ആവി കൊടുക്കാൻ കൊണ്ടുപോകണമായിരുന്നു. കുഞ്ഞിന് 3 നേരം ആവിയുണ്ട്, ഇളയ മോൻ്റെ കുഞ്ഞിന്. അപ്പോൾ കുഞ്ഞിനെ ആവി കൊടുക്കാനൊക്കെ കൊണ്ടുപോകണമായിരുന്നു. അത് മട്ടൻ കുറുമ ഉണ്ടായിരുന്നു, കഷ്ണങ്ങളൊന്നും ഇല്ല നമുക്ക് അവിടെ അടുത്ത കടയിൽ നിന്ന്. അപ്പോൾ അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. ഞാൻ കഴിക്കത്തില്ല, അവരൊക്കെ പറഞ്ഞു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.